ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേടില്ലാത്തൊരു ശരീരം. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, എണ്ണിയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങളാണ്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വാത്താക്കും മിൻകുല്ലിമാ സഅൽതും വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. ചോദിച്ചൊക്കെ തന്നിട്ടുണ്ട്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിൻ്റെ കണക്കെടുക്കാൻ കഴിയില്ല എന്ന് അള്ളാഹ് അനുഗ്രഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട് ആ അനുഗ്രഹങ്ങളൊക്കെ കൂട്ടിയേക്കുമ്പോൾ അതിൽപ്പെട്ടൊരു അനുഗ്രഹമാണ് കേടില്ലാത്തൊരു ശരീരം. അസുഖമില്ലാത്തൊരു ശരീരം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. അസുഖം വരാതിരിക്കാൻ വ്യായാമം ചെയ്യും, നല്ല ഭക്ഷണം കഴിക്കും, ഇടയ്ക്കിടെ ബോഡി ചെക്കപ്പ് നടത്തും, അങ്ങനെ പലതും നടത്തും. അസുഖം വരുന്ന ആളുകൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും അത്ര ഭയാനകമാണെന്ന് നമുക്കറിയണം. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും രോഗം വന്ന ആൾ അനുഭവിക്കുന്ന വേദനകളും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കാണും കേൾക്കും ചെയ്യുമ്പോൾ നമുക്ക് രോഗം വരാതെക്കണേ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയും, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞാലും ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ രോഗം വരാതെക്കാൻ എന്താ വഴി, ഒരുപാട് മുൻകരുതലുകൾ, ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ, ശരീരത്തിൻ്റെ വ്യായാമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ശരീരത്തെ കേടുവരാതെ സൂക്ഷിക്കുക. അത് നല്ലതാണ്. കേടില്ലാത്തൊരു ശരീരം എപ്പോഴും നല്ലതാണ്. കരുതലുകൾ ആവശ്യമാണ്, സൂക്ഷ്മത ആവശ്യമാണ്. അതിലേറെ നമുക്ക് ആവശ്യമുള്ളതാണ് പ്രാർത്ഥന എന്നുള്ളത്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥനയെക്കാട്ടിലും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു സംഗതി ചെയ്താൽ ആരോഗ്യം വീണ്ടും കിട്ടും എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതം. അതിൽ ഫർള് ഒഴിവാക്കിയാലും വേണ്ടിയില്ല, സുന്നത്ത് ഒഴിവാക്കിയാലും വേണ്ടിയില്ല, വേറെ സൽക്രമം ചെയ്തിട്ടും വേണ്ടിയില്ല, തടിക്ക് കേടുവരാതാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് വഴി പറഞ്ഞാലും അത് ഏത് സമയം കാലം നോക്കാതെ പോണൊരു കാലഘട്ടത്തിലാണ്. അത് ശരീരം നോക്കുക എന്നുള്ളത് വളരെ നിർബന്ധം തന്നെയാണ്. അത് നമ്മളെ ബാധ്യത തന്നെ. ശരീരം കേടുവരാൻ പാടില്ല. ഇപ്പോൾ ഒരു പുകവലിക്കുന്ന ആൾക്ക് പുകവലി പിന്നെ നിഷിദ്ധമാണ്. അത് ശരീരത്തേക്ക് വലിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ ആരോഗ്യം ക്ഷയിപ്പിക്കലാണ്. ഞാൻ അടുത്ത കാലത്തൊരു കുറച്ച് മുമ്പ് ഒരു പണ്ഡിതനോട് ചോദിച്ചപ്പോൾ സംസാരിച്ച മധ്യ പറഞ്ഞേ, പുകവലി ഒരു 10 മില്ലി നിക്കോട്ടിൻ ശരീരത്തിൽ ഒരിക്കൽ കയറിയാൽ മരിക്കൂല. പക്ഷേ ഒരു 100 അല്ലെങ്കിൽ ഒരു 500 ml നിക്കോട്ടിൻ ഒന്നിച്ചാണ് കൊടുത്താൽ ചിലപ്പം പണി അപ്പം തന്നെ ആയി കിട്ടും. അപ്പം ഒന്നിച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ അപകടം വരുന്നത് കുറച്ച് ഉപയോഗിച്ചാലും അത് ലഹരി തന്നെയാണ്. അതുകൊണ്ട് പുകവലി പാടില്ല. അപ്പോൾ ശരീരം അനിക്കപ്പെടാൻ പാടില്ല. അതോടൊപ്പം നമ്മൾ ശരീരം കേടുവരാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസം പറഞ്ഞു. കിട്ടിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതെക്കാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഅഹ്ബുലി ആഫിയതി വഫുജതി നിഖമതിക വജമീഅ സഖതിക. അല്ലാഹുവേ, നിൻ്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്നും, നീ നൽകിയ സൗഖ്യം മാറിപ്പോകുന്നതിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന നിൻ്റെ ശിക്ഷയിൽ നിന്നും, നിൻ്റെ മുഴുവൻ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അപ്പോൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാനുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഅഹ്ബുലി ആഫിയതിക വഫുജതി നിഖമതിക വജമീഅ സഖതിക. അള്ളാഹുവേ, നിൻ്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്നും, നീ നൽകിയ സൗഖ്യം മാറിപ്പോകുന്നതിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന നിൻ്റെ ശിക്ഷയിൽ നിന്നും, നിൻ്റെ മുഴുവൻ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അപ്പോൾ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രാർത്ഥന നമുക്ക് വളരെ നിർബന്ധം. അതുപോലെ മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജഹദി ബലായി വദർക്കി ഷക്കായി വസൂഇൽ ഖളായി വശമാത്തതിൽ അഅദാ. അള്ളാഹുവെ, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ മുങ്ങി നശിക്കുന്നതിൽ നിന്നും, വിധിയുടെ തിന്മയിൽ നിന്നും, എനിക്ക് ദുരിതമുണ്ടാകുന്നത് കണ്ട് ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥയിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഈ എന്തിനാണോ നമ്മൾ ഭയപ്പെടുന്നത്, ആ ഭയപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മൾ മുന്നിൽ വരുമ്പോൾ ഇത്ര ആളുകളെ പ്രയാസം മാറ്റാൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒരു ബോധ്യം ഏത് സമയത്തുണ്ടെങ്കിൽ നമ്മളെ പ്രവർത്തനമൊക്കെ ഒന്നും കൂടി ഉഷാറായിട്ട് പോകും. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു സഹോദരി എന്നിട്ട് പറഞ്ഞു, എനിക്ക് 28 വയസ്സായ മകളുണ്ട്, അവൾക്ക് ബുദ്ധി വളർച്ചയില്ല, അവിടെ കാര്യമെല്ലാം ഞാനാ ചെയ്തു കൊടുക്കണത്, അവളെ തനിച്ചാക്കി ഒരു പണിക്കും പോകാൻ വയ്യ, അവൾക്ക് ഉപ്പയില്ല, എനിക്ക് വേറെ മക്കളുമില്ല, ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പെൻഷനുണ്ട്, ഈ കുട്ടിക്കും കിട്ടും എനിക്കും കിട്ടും, 2 പെൻഷനാണുള്ളത്, പിന്നെ വല്ലപ്പോഴും ആരെങ്കിലും തന്നാൽ കിട്ടും. ഈ സർക്കാരിൻ്റെ പെൻഷനും റേഷൻ പീടികയിലായിരിക്കും. അത് തമിഴ്നാട്ടിലായതുകൊണ്ട് പിന്നെ അരിയും വലിയ ബുദ്ധിമുട്ടില്ല.
ഈ പെൻഷനും കിട്ടിയതല്ലാത്ത ആ കുട്ടീൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് ഒരു പൈസ അവിടെ കിട്ടാനില്ല. ഒരാഴ്ച മുമ്പ് ഞങ്ങൾ അവരെ വീട്ടിൽ പോയി കണ്ട്. അവർ പറഞ്ഞ അവസ്ഥ വളരെ സത്യമാണ്. സക്കാത്ത് കൊണ്ടുവന്നൊരു പൈസ കൊടുത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പോന്നു. ആ കുട്ടീനെ നോക്കാൻ പാപ്പുണ്ടെങ്കിൽ ആങ്ങളുണ്ടെങ്കിൽ മറ്റു വരുമാനം ഉണ്ടെങ്കിൽ ഈ അന്യരായ ഞങ്ങളുടെ മുന്നിൽ ഇതെൻ്റെ കുട്ടി ഇത്രയും പ്രയാസമാണെന്ന് വന്ന് കാണിച്ചു തരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ. ഏതായാലും നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞാണ്ട് പോന്നു. ഇനിയിപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് 18 വയസ്സായ കുട്ടികളും മക്കളൊക്കെ ഉണ്ട്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരികയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഓടാൻ കഴിയും. ഇതുപോലുള്ള ഒരുപാട് ഉമ്മാർ ഒക്കെ ഉള്ളിലുള്ള പ്രാർത്ഥന, ഞാൻ മരിക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ കുട്ടി മരിച്ചു പോയെങ്കിൽ അത്ര നന്നായിരുന്നു എന്നാണ്. ഇത് സാധാരണ ഒരു ഉമ്മയും ബാപ്പയും ആഗ്രഹിക്കാത്തതാണ്. നമ്മളെ കുട്ടികൾ ഞാൻ മരിക്കുന്നതിന് മുന്നേ കുട്ടി മരിച്ചു പോകണം എന്നുള്ളത് ഒരു വാപ്പയും ആഗ്രഹിക്കില്ല. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മക്കൾ ഉണ്ടാവണം, കൂടെ എൻ്റെ ഭാര്യ ഉണ്ടാവണം, മക്കൾ ഉണ്ടാവണം, ആൺകുട്ടി ഉണ്ടാവണം, പെൺകുട്ടി ഉണ്ടാവണം, ഓരൊക്കെ കണ്ടുകൊണ്ട് മരിച്ചു പോകണമെന്നാണ് ഒരുവിധം വാപ്പാരൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ മരിക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ കുട്ടി മരിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കണ ഉമ്മാരെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കാലശേഷം ഈ കുട്ടീൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ ആരും നിർവഹിക്കും, മലമൂത്ര വിസർജനം ആരും നീക്കി കൊടുക്കും, പെൺകുട്ടിയാണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്യരാക്കി ചെയ്തു കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് ആലോചിച്ചിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മക്കളുള്ള, ഇത്തരം ബുദ്ധി വളർച്ച ഇല്ലാത്ത പ്രയാസം അനുഭവിക്കണം മക്കളെ ഉമ്മമാരും ബാപ്പാരും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഉമ്മമാർക്ക് ജീവിക്കുന്ന കാലത്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കാൻ നമുക്കൊക്കെ പറ്റുകയാണ്. ഇത്ര ഒന്ന് ചിലപ്പോൾ ഡയപ്പർ വാങ്ങി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ മരുന്ന് വാങ്ങി കൊടുക്കേണ്ടി, ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ടി വരും. ഒന്നില്ല നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ നിന്നോളി, നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോണ്ട, എന്തെങ്കിലുമൊക്കെ തരാം എന്ന് പറയാൻ നമുക്ക് ഉള്ളൊരു സംവിധാനം നമുക്ക് ഇവിടെ വേണ്ടി വരും. ഈ മുമ്പൊക്കെ കുറേ ആളുകൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ട്, ഞാൻ മരിക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ മകൾ മരിച്ചാൽ മതിയെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ആ താത്താൻ്റെ അടുത്ത് നിന്ന് കുട്ടി മരിച്ചതിന് ശേഷം താത്ത പിന്നെ അടുത്ത 6 മാസം കൊണ്ട് താത്ത മരിച്ചുപോയി. അങ്ങനത്തെ ഒക്കെ അനുഭവം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങൾ ബോധ്യപ്പെടാനാണ് ഇത്തരം അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ 2 ആഴ്ച മുമ്പ് 40 വയസ്സായ ഒരു സഹോദരി ഓഫീസിൽ നിന്നിട്ട് പറഞ്ഞു, എൻ്റെ വൻകുടലിന് ക്യാൻസറാണ്, സർജറി കഴിഞ്ഞിട്ടുണ്ട്, വയറ്റിൽ നിന്ന് പോകുന്ന ഭാഗം സർജറി ചെയ്ത് അടച്ചിട്ടുണ്ട്, ഇപ്പോൾ കൊളോസ്റ്റമി ബാഗ് വെച്ച് അതിലൂടെയാണ് മലവിസർജനം നടത്തുന്നത്, ബാഗിന് നല്ല വില വരുന്നുണ്ട്, എനിക്ക് ആൺമക്കളില്ല, ഭർത്താവ് രോഗിയാണ്. കഴിഞ്ഞ ദിവസം ഞാനും പെണ്ണുങ്ങളും കൂടി അവരെ വീട്ടിലൊന്ന് പോയി നോക്കി. അവിടെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ആ സഹോദരി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തിരുന്ന് അപ്പോൾ അകത്തേക്ക് ചെല്ലാൻ പറയാം, അകത്തിരുന്ന് അപ്പോൾ അങ്ങനെ ഒരു കട്ടുമലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ യൂറിൻ ബാഗ് ഒരു ഭാഗത്തുണ്ട്, അത് നമ്മൾ കാണുമല്ലോ, വയറിൻ്റെ ഭാഗത്ത് കൊളസ്ട്രോൾ വേഗം വെച്ച് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ആ സഹോദരി. ഞാൻ കുറച്ചിരുന്ന് പുറത്തിറങ്ങി പെണ്ണുങ്ങളോട് എന്തൊക്കെയോ സംസാരിച്ചു. സത്യത്തിൽ നല്ലൊരു ജോലി ചെയ്തതിനൊരു സഹോദരിയാണ്, ഒരു അത്യാവശ്യം തെറ്റില്ലാത്തൊരു ജോലി ചെയ്ത് കുടുംബം പോയിട്ടൊരു സഹോദരിക്ക് ഈ അസുഖം വന്നതോട് കൂടിയിട്ട് പിന്നെ യൂറിൻ ബാഗും കൊളോസ്റ്റമി ബാഗും ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരസഹായത്തിന് വേണ്ടിയിട്ട് ആണ് ഇവിടെ വന്നത്. ഒരു ചെറിയൊരു പെൻഷനൊക്കെ കൊടുക്കുക വേണ്ടൊക്കെ ചെയ്യാൻ അവിടെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ഉറുപ്പ്യ ചിലവഴിക്കാതെ മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകൾ നമ്മുടെ അടുത്തുള്ളത്. ഒരു ഉറുപ്പ്യന് ചിലവില്ല. അപ്പോൾ ഈ കൊളോസ്റ്റമി ബാഗിന് 1000 വേണം. അതേപോലെ അവർക്ക് ദൈനംദിന ചികിത്സകൾ നടന്നു പോകണം. അപ്പോൾ ഒരു ഉറുപ്പ്യം ചിലവഴിക്കാതെയാണ് നമ്മൾ ഈ വയറ്റിൽ പോണത്, അല്ലെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കണത്. അപ്പോൾ നമുക്കതിലൊരു പൈസക്ക് ചിലവില്ലല്ലോ. ഒരു പൈസക്കും ചിലവില്ലാതെ മൂത്രമൊഴിക്കാനും വയറ്റിൽ പോകാനൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ പടച്ചവനോട് നമ്മൾ എത്ര നന്ദി പറയേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ വില നമുക്കറിയില്ല. ഈ കൊളോസ്റ്റമി ബാഗിന് 7100 റുപ്യക്ക് 30 പീസ് കൊളോസ്റ്റമി ബാഗ് വാങ്ങിക്കൊടുക്കണം നമുക്കറിയാം. ഇപ്പോൾ ഇന്നലെ വന്ന ഈ പോയ സഹോദരി വീട്ടിൽ 15,000 റുപ്യ ഈ ബാഗായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു മാസം ചിലവാണ്. വയറ്റിൽ നിന്ന് പോകാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനല്ല, വയറ്റിൽ നിന്ന് പോകാൻ മാത്രം 15,000 റുപ്യ ചിലവാകുന്ന ആളുകൾ. ഇപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞതുപോലെ റേഷൻ പീടികയിലായിരിക്കും എന്തെങ്കിലുമൊക്കെ മീൻ ഇറച്ചൊന്നും ഇല്ലെങ്കിലും ഒരു പച്ചക്കറി വാങ്ങി ഒരു മുരിങ്ങൻ്റെ ഇല വെച്ച് തിന്നാലും വയറ്റിൽ നിന്ന് പോകണമല്ലോ, അതിനും വേണമല്ലോ ഈ പൈസ കൊടുക്കുക. ഞാനിപ്പോൾ തിന്നണ വിചാരിച്ച് എത്ര കാലം നിൽക്കാൻ പറ്റും? അപ്പോൾ ഇത്ര പ്രയാസപ്പെടുന്ന ആളുകളാണ് നമ്മളവിടെ ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഈ മൂത്രം പോകുമ്പോൾ ട്യൂബിടുണ്ട്. ഈ മൂത്രത്തിൻ്റെയൊക്കെ നിസ്സാരത, അപ്പോൾ നമ്മൾ മൂത്രമൊഴിക്കാൻ തോന്നിയാൽ അങ്ങോട്ട് പോയി കിട്ടും.
പക്ഷെ അത് നമ്മൾ പോയി മൂത്രപ്പുരയിൽ പോയി ഇരുന്നിട്ട് ഒരു മിനിറ്റ് നേരം മൂത്രം വന്നിട്ടില്ലെങ്കിൽ ഒന്നിങ്ങനെ ഒരു സെക്കൻഡ് ആലോചിച്ചാൽ മതി, മൂത്രം വരുന്നില്ല. അതൊരു 2 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ വേദന എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോടും. കുറച്ചുപേരൊക്കെ നിന്നിട്ട് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ആശുപത്രിക്ക് പോകും, ഡോക്ടറെ മൂത്രം പോകണില്ല എന്ന്. ആ മൂത്രം പോകണില്ല പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക, ചിലപ്പോൾ മരുന്ന് കൊടുക്കും, ചൂടുള്ള ബാഗ് വെച്ച് നോക്കും, പിന്നെ സിസ്റ്റർമാർ ഒന്ന് ട്യൂബിടും. നമ്മൾ എത്ര കേമനാണെങ്കിലും പ്രഗത്ഭനാണെങ്കിലും അവിടെ സിസ്റ്ററാണ് ഇപ്പോൾ ഇത് കാട്ടി കൊടുക്കാൻ പറ്റൂല, അപ്പോൾ ട്യൂബിടാൻ പറ്റൂല, അത് ഞാൻ ഇട്ടോളാം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇട്ട് വരും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇട്ട് വരും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ട്യൂബ് ഇട്ട് വരുന്നൊന്നും പറഞ്ഞാൽ അവിടെ ഈ പാൻറ്റും കഴിച്ചാണ്ട് കൊടുത്താണ്ട് ട്യൂബ് കയറ്റിക്കൂടി എന്ന് പറയൽ തന്നെ പണിയുള്ളൂ. ഒരു ട്യൂബ് പോയിട്ടില്ലെങ്കിൽ, മൂത്രം വന്നിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും എൻ്റെ പെണ്ണുങ്ങൾ മൂത്രത്തിന് ട്യൂബ് ഇട്ട് വരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇട്ട് വരും ട്യൂബ് ഞങ്ങളെ കാണല്ലേ എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. എടുത്തുകൂടി എങ്ങനെയെങ്കിലും ട്യൂബെന്ന്. അത്രയും ഗൗരവമാണ് ഈ സംഗതി പോയില്ലെങ്കിൽ. ഇപ്പോൾ വയറ്റിൽ നിന്ന് 2 ദിവസം പോയില്ല എന്താ സ്ഥിതി? ഇപ്പോൾ കൊളസ്ട്രോമി ബാഗ് വെച്ചിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പടച്ചവൻ്റെ സൃഷ്ടിപ്പിൻ്റെ വഴിയല്ലല്ലോ, അത് വന്നത് ആ അർത്ഥത്തിലല്ലല്ലോ അത് വരുന്നത്. അപ്പോൾ മൂത്രം പോകാഞ്ഞാലും വയറ്റിൽ നിന്ന് പോകാഞ്ഞാലും ഒക്കെ തന്നെ നമ്മൾ പ്രയാസപ്പെടും. അപ്പോഴാണ് നമുക്ക് അള്ളാഹുത്തആല ചെന്ന അനുഗ്രഹത്തിൻ്റെ വില ശരിക്കും മനസ്സിലാകും. ഈ നിസ്സാരമായിട്ട് നമ്മൾ നിർവഹിക്കുന്ന സംഗതി ഇത്ര ഗൗരവമാണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ വേദന സഹിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് നിസ്സാരനായി നിന്നും ഇരുന്നും കിടന്നും കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ കൂടെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക, അള്ളാഹുന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുമായി നീലാധിക്കരിക്കുക ശുക്രിക്കുക ഇബാദിക്കൊക്കെ കൂടുതൽ അള്ളാഹുന്ന അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ ശുക്ർ ചെയ്യാനും നല്ല നല്ല ഇബാദത്തുകൾ ചെയ്യാനൊക്കെ പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതേപോലെ 3 കുട്ടികളുള്ള ഒരു ഉപ്പ, ഒരു 42 വയസ്സാണ്. ആ സഹോദരൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് വയറിന് ക്യാൻസറാണ്, നിവൃത്തിയില്ല, യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടിൽ ആണ്, ബാഗ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയോ ബാഗ്? എനിക്ക് ബാഗിനെ പറ്റി അറിയാം, യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്, വേറെ ചില മുറികളൊക്കെ ഉണ്ട്, ഭാര്യനെ പറഞ്ഞാൽ മതി വെച്ച്. ആ ഭാര്യനെ പറഞ്ഞാച്ച് അങ്ങനെ വന്ന് ആ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ആ സഹോദരൻ പറയാണ്, നിങ്ങൾക്ക് ബാഗ് അറിയോ? ഞാൻ പറഞ്ഞു എനിക്ക് ബാഗിനെ പറ്റി അറിയാൻ, കണ്ടിട്ടുണ്ട്, എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിനെ പറ്റി കുറേ ബാഗ് വെക്കുന്നതിനെ പറ്റിയിട്ടും ബാഗ് വെച്ചിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടും ബാഗിനുള്ള വിലയും, ഒരു പണിക്കും പോകാൻ വയ്യ, ഞാനിപ്പോൾ ഈ ബാഗ് തന്നെയാണ് കഴിയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പെണ്ണുങ്ങളെ പറഞ്ഞയച്ചത് കേട്ടോ ഇന്ന് ഒരു ദയനീയമായ പറച്ചിലാണ് ഒരു 42 വയസ്സായ 3 കുട്ടികളുള്ളൊരു വാപ്പാക്ക്. വേറെ ഒരു കുട്ടി ഇല്ലാത്തൊരു മനുഷ്യൻ വന്ന്, എനിക്ക് ഭാര്യ മാത്രമേ ഉള്ളൂ, എൻ്റെ കുടലിന് ക്യാൻസറാണ്, ഇതൊക്കെ ബാഗ് ഇങ്ങോട്ട് കാണിച്ചു തരാണ്, കുപ്പായോണ്ട് പൊന്തിച്ചിട്ട് ഇവിടെയാണ് ഈ മലം വന്ന് നിൽക്കണമെന്ന്. ഇപ്പോൾ സത്യത്തിൽ മലം ഇവിടെ പുറത്ത് വന്ന് നിൽക്കുന്ന ബാഗിൽ വന്ന് നിൽക്കുന്ന ആളാണ് ഞാനെന്നൊക്കെ ഒരു ഓഫീസിൽ ഒരാളെ മുന്നിൽ വന്ന് പറയേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പെരയിലൊരു 10 ഉറുപ്പ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെ മുന്നിൽ ചെന്നാൽ ഞാനിങ്ങനെ ഒരു യൂറിൻ ബാഗ് കൊണ്ടിറക്കുന്ന ആൾ തന്നെ പാൻറ്റിൻ്റെ ഉള്ളിൽ വെക്കലാണ് യൂറിൻ ബാഗ് പാൻറ്റിൻ്റെ ഉള്ളിൽ ഇറക്കിയിടും. ചിലർ മുകളിൽ കെട്ടിച്ചിട്ട് മടക്കുത്ത് താത്തിയിടും. ഈ യൂറിൻ ബാഗ് പോലും ഒരാൾ കാണുന്നത് ആളുകൾക്ക് പ്രയാസമാണ്. പിന്നെ മലം വന്ന് നിൽക്കണതിൻ്റെ പള്ളൻ്റെ പുറത്താണ്, ഈ കുടലിൻ്റെ പുറത്തൊരിയുമ്പോഴാണെന്ന് പറയുമ്പോൾ അത് നമ്മളാണ്, ഞാനിങ്ങനെ ആവശ്യം ഞാനാണ് ഇപ്പോൾ ഒരു യൂറിൻ ബാഗിന് അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ ബാഗിന് പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെന്നാണ്ട് എൻ്റെ ഇവിടെ മലം വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയാൻ എൻ്റെ നാവുകൊണ്ട് പറയേണ്ട ഒരു സാഹചര്യത്തെ ഇപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോഴാണ് ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്കൊരു 10 ബാഗിന് വേണ്ടിയിട്ടെങ്കിലും വാങ്ങി കൊടുക്കുക, നമ്മൾ എന്നാരെങ്കിലും പഠിച്ചവനെ ഇതൊന്ന് രക്ഷപ്പെടുത്തി കിട്ടുന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായി കിട്ടുക. അപ്പോൾ എല്ലാ ഗതിയും മുട്ടിയിട്ടാണ് പള്ളമ്പലൊരു ബാഗ് ഉണ്ട്, എൻ്റെ ഇവിടെ മലം തറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്, ഒരു ആണും പെണ്ണും പറയുന്ന ഒരു രംഗങ്ങളാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, എൻ്റെ 21 വയസ്സായ പെൺകുട്ടിക്ക് ബുദ്ധിയില്ല, വീട്ടിൽ കിടപ്പിലാണ്. 19 വയസ്സായ ഒരു കുട്ടിയുണ്ട്, അതിനും തളർച്ചയാണ്, അത് കുറച്ച് നടക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ബുദ്ധി വളർച്ചയില്ല. എൻ്റെ ഭർത്താവിൻ്റെ ശ്രദ്ധ എനിക്കില്ല, ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ആ സഹോദരി കയറാൻ പറഞ്ഞു, കയറി നോക്കിയപ്പോൾ അങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ട്. 21 വയസ്സായ ഒരു പെൺകുട്ടി അങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്നോട് കയറിക്കോളി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി നേരിക്കാണ് കിടക്കുന്നത്. ആ കുട്ടി ഒരു കിടത്ത് അങ്ങനെ കിടക്കുകയാണ്. ആ താത്താക്ക് ഇതൊക്കെ ഇവിടെ കണ്ടിട്ട് അന്തല്ലാതായിട്ടുണ്ട്. അവസാനം നമുക്ക് നീ പെൻഷൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നു. വയ്യിൽ വെച്ചിട്ട് ഒരു മുസ്ലിം സഹോദരികൾ പറഞ്ഞു, നിങ്ങൾ ഇവരെ സഹായിക്കണം കേട്ടോ, നമ്മളെ കണ്ടപ്പോൾ സഹായിക്കണവരെന്ന് തോന്നിയേക്കും. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഉറക്കില്ല, ഇവർ വടക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ കുട്ടികളെ പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾ ഇവർക്ക് എന്ത് സഹായിച്ചു കൊടുത്താലും നല്ലതാണ്, അങ്ങേയറ്റം പ്രയാസമാണെന്ന് അവിടുത്തൊക്കെ. അപ്പോൾ ഒരു കുട്ടിക്ക് ബുദ്ധി വളർച്ചയില്ല, സ്പെഷ്യൽ സ്കൂളിലാണ് പോണത്, മറ്റേ കുട്ടി ഇങ്ങനെ തളർന്ന് കിടക്കുകയും ചെയ്യാണ്. വാപ്പാൻ്റെ ശ്രദ്ധയില്ല, വാടക താമസിക്കേണ്ട നാട്ടുകാർക്കൊന്നുമില്ല,
നാട്ടുകാരും പറഞ്ഞാൽ നാട്ടുകാർ 500 രൂപേൻ്റെ കിറ്റ് തരാൻ അറിയും, അല്ലെങ്കിൽ എന്തെങ്കിലും തരാൻ അറിയും. പക്ഷെ ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ എനിക്ക് ഇത്ര ഓഫർ പറഞ്ഞിട്ട് അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ട് വേറെ തലയ്ക്ക് കയറിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കയറ്റി കൊടുത്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രശ്നം കേട്ടാൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇന്നെ കൊണ്ടെന്താ, ഇത് എനിക്കും കൂടിയുള്ളൊരു പരീക്ഷണമാണല്ലോ റബ്ബേ, ഇതിന് നാളെ ഞാൻ പഠിച്ചവരും മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ചിന്ത, അതാണ് ബിസ്മില്ല പ്രവർത്തകന്മാർക്കും നമുക്കും നാട്ടുകാർക്കൊക്കെ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള. അപ്പോൾ താത്ത വരെ വാടക കൊടുക്കണം, ഒരു പണിക്കും പോകാം. ആ കുട്ടീനെ ഇട്ടിട്ട് ഇപ്പോൾ അകത്തേക്ക് കയറിക്കോളി എന്ന് പറഞ്ഞ് ഞാൻ കയറി ചെന്നപ്പോൾ ആ കുട്ടി കിടക്കുന്ന ഒരു കോലത്തിലാണ്. അപ്പോൾ പിന്നെ എങ്ങനെ വാതിൽ തുറന്നിട്ടും വാതിലടച്ചിട്ടും കുട്ടികളിട്ടിട്ട് പോകും? ഇങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന ആൾ. അപ്പോൾ തനിച്ചൊക്കെ ഒരു പണിക്ക് പോകാൻ കഴിയില്ല. ഇവരെ കാര്യത്തിൽ ആലോചിച്ചിട്ട് നമുക്കും അന്തല്ല. എന്താ ഇപ്പോൾ ചെയ്യുക? ഒരു 1000-2000 റുപ്യ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കിറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അതിലൊക്കെ അപ്പുറം നമ്മളിവിടെ വരുന്ന ഓരോ ആവശ്യക്കാരനും വീടുണ്ടാക്കി കൊടുക്കാനും എല്ലാവരും എല്ലാ പ്രശ്നവും പരിഹരിക്കാനൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ പഠിച്ചോൻ വേശാൻ നടക്കും. പക്ഷെ നമ്മളും കൂടി നമ്മളെ ശ്രദ്ധയും കൂടി ചിന്തയും കൂടി അങ്ങനെയാണെങ്കിലല്ലേ പഠിച്ചോൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്കുള്ള പ്രയാസപ്പെടുന്ന ആളുകൾ, പരിശുദ്ധ ഖുർആനിലൊരു ആയത്ത്, ഇന്നല്ലാ ലദു ഫളിൻ അലന്നാസ് വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു, പക്ഷെ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. ഈ നന്ദികേടിനെ ഭയപ്പെടണം എന്നുള്ള ഖുർആനിൽ കുറേ ആയത്തുകളുണ്ട്. ഭയപ്പെടേണ്ടത് നന്ദികേട് നമ്മളെ മനസ്സിൽ നിന്ന് വരുന്നുണ്ടോ? അപ്പോൾ നന്ദികേടിന് നിർവചനം ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യണില്ലല്ലോ എന്നല്ല. പക്ഷെ നന്ദികേട് അള്ള തന്ന അനുഗ്രഹങ്ങളൊക്കെ വളരെ വലുതാണെന്നും കിട്ടാതെ പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് വല്ലതും പരിശ്രമിക്കുക എന്നുള്ളത് ഞാൻ അള്ളാനോട് നന്ദി കാണിക്കുന്നത് തുല്യമാണെന്നുള്ളതും ആ ഒരു അർത്ഥത്തിൽ പടച്ചോന് നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിപ്പോൾ അല്ലാത്ത ഒരു അൽബക്കറയിലെ ഒരു ആയത്തിൻ്റെ ലാസ്റ്റ് കാണും, ഇന്നല്ലാ ലദു ഫളിൻ അലന്നാസ് വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു, പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. ഇപ്പോൾ താഴെ സൂറത്തിൽ നമുക്ക് കാണാം, പിന്നെ ഈ വല്ലാദിയാത്തിൽ ലബനുള്ള സൂറത്തിൽ അതിൽ ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലക്കനൂദ്, മനുഷ്യൻ തൻ്റെ നാഥനോട് എത്ര നന്ദി കെട്ടവനാണ്. അതിൽ പറഞ്ഞു വെച്ചാൽ ഈ ഒരു കുതിരനോടാണ് ഉപമിക്കണമെന്നുള്ളതാണ് തഫ്സീറിലൊക്കെ കാണുന്നത്. അപ്പം പ്രഭാതത്തിൽ തീപ്പൊരി വാറി ശത്രുപാളത്തേക്ക് കിതച്ചോടുന്ന കുതിര തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഈ യജമാനൻ ഈ കുതിരക്ക് പുല്ലും വെള്ളവും വൈക്കോലും മുതിരയും കൊടുത്താൽ പ്രഭാതത്തിൽ തീപ്പൊരി വാറുക എന്ന് പറഞ്ഞാൽ ആ ഓട്ടത്തിൻ്റെ തീവ്രതയാണ് അതിൽ കാണിക്കുന്നത്. ഉച്ചക്കുള്ള തീപ്പൊരി വാറും, പകൽ സമയത്ത് രാവിലെ തീപ്പൊരി പാറണമെങ്കിൽ ആ കുതിരൻ്റെ കുളമ്പടി മണലോ ഇവിടെ തട്ടിയിട്ടുള്ള സ്പാർക്കിങ്ങിൽ തീപ്പൊരി പാറാണ്. അപ്പോൾ കുതിര ഈ യജമാനനോട് നന്ദി കാണിക്കാനാണ് ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ നാലിക്ക് ഒരു വെള്ളം വൈക്കോലും തന്നിട്ട് കുതിര യജമാനന് വേണ്ടി പ്രഭാതത്തിൽ തീപ്പൊരി പാറി ഓടി അത് അതിൻ്റെ യജമാനോട് കൂറ് കാണിക്കുമ്പോൾ നമ്മൾക്കൊക്കെ പടച്ചോൻ തന്ന അനുഗ്രഹത്തിൻ്റെ എണ്ണം, ഇപ്പം ഞാൻ പറഞ്ഞ ഞാനാണെങ്കിലും നമുക്കൊക്കെ കിട്ടിയ അനുഗ്രഹത്തിൻ്റെ തോതനുസരിച്ച് നമ്മൾ ഈ തലത്തിൽ ഉയരുന്നുണ്ടോ ഇല്ലെന്നുള്ളൊരു ആത്മപരിശോധനക്കായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഒരു 4-5 കൊളോസ്റ്റമി ബാഗ് വെക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞു. 10-28 വയസ്സായ പെൺകുട്ടി മന്ദബുദ്ധിയായിട്ട് അതിൻ്റെ അമ്മ നോക്കുന്നത് പറഞ്ഞു. 22 വയസ്സായ ഒരു പെൺകുട്ടി ഇങ്ങനെ വീട്ടിനുള്ളിൽ ഇങ്ങനെ കിടക്കുക, മറ്റേ കുട്ടി ഇങ്ങനെ അന്തല്ലാതെ നടക്കുക, വാപ്പ തിരിഞ്ഞു നോക്കാല്ലേ നടക്കുക, അത് ഉരുകിത്തീരുന്നൊരു ഉമ്മ. അങ്ങനെ ഇതെല്ലാം ഇപ്പം നമ്മളിങ്ങനെ ആലോചിക്കുന്നത് പഠിച്ചോനെ, ഇതെല്ലാം ഇപ്പം നമ്മളെ നാട്, ഇതിപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇതൊന്നും തേടി പിടിച്ച് പോയതല്ല. ഇതൊന്നും ഇപ്പോൾ സത്യത്തിൽ ഇവിടുന്ന് പോയി നോക്കി ഇവിടെ നാട്ടിൽ പ്രശ്നക്കാരുണ്ടോ എന്ന് ചോദിച്ചാണ്ട് ഒന്നും പോയതൊന്നുമല്ല. ഇത് ഇവിടെ വന്ന് പേര് രക്ഷിച്ചതാണ്. നമ്മളാരും വീട്ടിലിവിടെ നിങ്ങളെ നാട്ടിൽ പഞ്ചായത്തിൽ വില്ലേജിൽ എവിടെയെങ്കിലും രോഗികളുണ്ടോ എന്ന് ചോദിച്ച് പോയി തിരഞ്ഞു പിടിച്ചതേ അല്ല. ഇതെല്ലാം ഇവിടെ വന്ന ആളുകളാണ്. ഇവിടെ വന്നിട്ട് ദൈന്യത പറഞ്ഞിട്ട് ഞങ്ങൾ വീട് വന്ന് കാണണം, ഞങ്ങൾ വീട്ടിലുള്ള രോഗികളെ ഞങ്ങൾ കാണണം, കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് തന്നാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം സങ്കടം പറഞ്ഞ് നമ്മൾ പോയി. അപ്പം നമ്മൾ കാണാത്തത്ര ഉണ്ടാവും. അപ്പം നമ്മളൊക്കെ നാടുകളിൽ നമ്മളെ ബാധ്യതയാണ്, നമ്മളെ പ്രവർത്തകന്മാരെ മാത്രം ബാധ്യതയില്ല, ഇത് കേൾക്കണം നമ്മളെ ആളുകളെല്ലാം നമ്മളെ അയലൊക്കത്ത് ഒരു നേരം മരുന്നിനും ഒരു നേരം ഭക്ഷണത്തിനും ഗതിമുട്ടുന്ന ഒരാളുണ്ടാവരുത് റബ്ബേ എന്ന് നമ്മൾ മനസ്സിൽ വെച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്ക് ദൂരം നമുക്ക് ബാധിക്കില്ല. പാലക്കാടാണെന്നുള്ളതും കോഴിക്കോടാണെന്നുള്ളതും വയനാട്ടിലാണെന്നുള്ളതും ഗൂഡല്ലൂരാന്നുള്ളതും എല്ലാമലയിലാന്നുള്ളതും പാക്കണയിലാന്നുള്ളതും മേഫീൽഡിലാന്നുള്ളതും ഒന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. കിലോമീറ്ററുകൾ നമുക്ക് പഠിച്ചതിന് എളുപ്പമാക്കി തരും.
യാത്ര പഠിച്ച് നമുക്ക് എളുപ്പമാക്കി തരും. നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ നമ്മൾ തരും. ഓടാനുള്ളൊരു മനോധൈര്യം, മാനസികാവസ്ഥ അത് നമുക്ക് തരും. അപ്പോൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ശുക്ർ ചെയ്ത് ഒരുപാടുകൾ നന്മകൾ ചെയ്യാനുള്ള മനസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചോനെ തിന്നിട്ടുണ്ട്, പടച്ചോനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ആസിൻ കമാവാസൻ അള്ളാഹുവിന്. പടച്ചോനെ ഇങ്ങനെ ആയത്ത് ഖുർആനിലുണ്ടല്ലോ, അള്ളാഹു നിനക്ക് നന്മ നൽകിയതുപോലെ നീയും നന്മ ചെയ്യുക. പക്ഷെ നേരെ മേലെ പറഞ്ഞിട്ടുണ്ട്, അല്ല ദുന്യാവിൽ എൻ്റെ കാര്യം വിട്ടു പോകുന്നു വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദുന്യാവ് ഒഴിവാക്കിയാണ്ട് അവനവൻ്റെ കുട്ടികളെയും പെണ്ണുങ്ങളെയും ബാക്കിയുള്ളവരൊക്കെ ഇടങ്ങറാക്കി ഏർപ്പാട് മാറ്റി പോകുന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണോ ഈ വിഷയത്തെ കാണുക, അതുകൊണ്ടാണ് അള്ളാഹു നമുക്കുള്ള അതിനോടുള്ള നിലപാടുകൾ ഉണ്ടാകുക. ഈ നിലപാടുകൾ അള്ളാഹു തആല നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് എനിക്ക് സമ്പത്തുണ്ടായിരുന്നു, എനിക്ക് സംസാരിക്കാൻ നല്ല ബന്ധമുള്ള ആളുകളുണ്ടായിരുന്നു, ഈ ബന്ധങ്ങളും എൻ്റെ കഴിവും ഞാൻ എത്ര ഇതിൽ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ആത്മപരിശോധനയും കൂടി ഈ ആസിൻ കമാസിൻ അള്ളാഹുവിലേക്കെന്നുള്ള ആയത്തിൻ്റെ നിർവചനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വകയിൽ കൂട്ടിച്ചേർത്തിയാൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം കിട്ടും, കൊടുക്കാനുള്ള മനസ്സുണ്ടാവും. ഇത്തരം പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ അതിനുവേണ്ടി സമയവും സമ്പത്തും ചിലവാക്കിയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സമയവും സമ്പത്തും ചിലവഴിക്കാൻ പഠിച്ചാൽ നമുക്ക് തൗഫീഖായിട്ട് നമ്മളെ സഹായിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു തആല നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കും.